ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രമായ ലോങ് ലെഗ്സിലേക്കാണ്. ഒരു ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്ന പടമാണ് ലോങ് ലെഗ്സ്. ഈ 2024 ഒരുപാട് ഹൊറർ സിനിമകൾ ഹോളിവുഡിൽ റിലീസായിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ ബോക്സ് ഓഫീസ് ചലനങ്ങൾക്കപ്പുറം ഒരു ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്സ് റിവ്യൂ ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളൊന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വർഷം ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്നൊരു ഹൊറർ മൂവി ഇതായിരിക്കും. കണ്ടതും എനിക്ക് തോന്നുന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇനി ഈ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഒരു ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ലീ ഹാർക്കർ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ FBI ഏജൻറ്റ്, പുള്ളിക്കാരി ഒരു സീരിയൽ കില്ലറിനെ തേടുവാണ്. സീരിയൽ കില്ലറിൻ്റെ പേര് ലോങ് ലെഗ്സ് എന്നാണ്. അപ്പോൾ ഈ സീരിയൽ കില്ലർ ഫാമിലീസിനെ ഒട്ടാകെ മർഡർ ചെയ്യുവാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനമ്മ കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരെയും മർഡർ ചെയ്യുവാണ്. അതും ആ മർഡറിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സീംസ് ലൈക്ക് എവരിബഡി കിൽഡ് ഈച്ച് അതർ, അല്ലെങ്കിൽ ആ കുടുംബത്തിനകത്തുള്ള ഒരാൾ ബാക്കിയുള്ള എല്ലാവരെയും കൊന്നു എന്നുള്ള രീതിയിൽ ആണ് ആ മർഡറിൻ്റെ ഒരു അന്വേഷണം വരുമ്പോഴത്തേക്കും വരുന്നത്. പക്ഷേ ചെയ്തത് സീരിയൽ കില്ലറാണ്. അപ്പോൾ ആ സീരിയൽ കില്ലറിനെ തേടി പോകുന്നത് ആണ് ലീ ഹാർക്കർ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. അതിപ്പോഴേക്കും മേക്ക മൺറോ എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ട്രസ്സാണ്. ഇത് ചെയ്യുന്ന സീരിയൽ കില്ലറാണ് ലോങ് ലെഗ്സ്. അതാണ് സിനിമയുടെ പേര്, ലോങ് ലെഗ്സ്. ആ ടൈറ്റിൽ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത് നിക്കോളാസ് കേജാണ്. നിക്കോളാസ് കേജ് ഹോളിവുഡിൽ അത്യാവശ്യം സൗണ്ടായിട്ടുള്ള പ്രൊഫൈലിക് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ സിനിമയിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിൻ വില്ലൻ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നതും അദ്ദേഹമാണ്. ഓസ് പെർക്കിൻസ് ആണ് ഇതിൻ്റെ ഡയറക്ടർ. ഓസ് പെർക്കിൻസ് ഒരു വലിയ പ്രൊഫൈൽ എന്നുള്ള ഡയറക്ടറല്ല, എന്നാലും അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗുഡ് ഡയറക്ടറാണ് അദ്ദേഹം, ഓസ് പെർക്കിൻസ്. ഇനി ഈ സിനിമയിൽ പെർഫോമൻസുകളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലീ ഹാർക്കർ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്ന മേക്ക മൊൺറോയുടെ പെർഫോമൻസ് തന്നെയാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്, പ്ലസ് നിക്കോളാസ് കേജിൻ്റെ. ഈ ലീ ഹാർക്കറിൻ്റെ റോള് ഒരു ഭയങ്കര മൊണോട്ടോണസ് ആയിട്ടുള്ള അഭിനയം കൊണ്ട് പുള്ളിക്കാരി മികച്ചതാക്കിയിട്ടുണ്ട്. കാര്യം ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്നത് ഒരേ രീതിയിലുള്ള എക്സ്പ്രഷൻസ്, ഒരേ രീതിയിലുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് ഫുൾ മൂവിക്കകത്ത്. അത് കൊണ്ടുവരാനായിട്ട് മേക്ക മൊൺറോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഈ മൊണോട്ടോണസ് ആയിട്ടുള്ള പെർഫോമൻസ്, മൊണോട്ടോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തൊന്നും പ്രത്യേകിച്ച് വികാരമൊന്നും വരത്തില്ല, ബോഡിയൊക്കെ എപ്പോഴും ഭയങ്കര ടൈറ്റായിരിക്കും, ഒരേ മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ വളരെ നല്ല പെർഫോമൻസ് ആണെന്ന് പറയും. പക്ഷേ ഒരു സിനിമയിൽ ഉടനീളം ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ, അതും പ്രത്യേകിച്ച് ലീഡ് ക്യാരക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കും ഈ ഓഡിയൻസിന്. ഒരു മോശം രീതിയിലെന്നല്ല, നമുക്ക് ഭയങ്കര ഒരു ബ്രെയിൻ തിങ് ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. അത് ഈ സിനിമയുടെ ടോണിനോട് മാച്ച് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പെർഫോമൻസ്, ഗംഭീരമായിട്ട് പെർഫോമൻസ് പുള്ളിക്കാരി ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിക്കോളാസ് കേജ്, ലോങ് ലെഗ്സ് ആയിട്ട് വരുന്ന നിക്കോളാസ് കേജിൻ്റെ പെർഫോമൻസ് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പുള്ളിക്ക് സ്ക്രീനിൽ. പക്ഷേ വളരെ മനോഹരമായിട്ട് പുള്ളിയുടെ റോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പുള്ളിയുടെ ആക്ടിങ്ങിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നല്ല പെർഫോമൻസ് പുള്ളിക്കാരൻ ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നമ്മൾ ഈ ഹൊറർ ത്രില്ലർ എന്ന് പറയുമ്പോൾ പേടിക്കാനുള്ള സീനുകൾ എന്തൊക്കെ ഉണ്ടെന്നുള്ള സ്വാഭാവികമായ ചോദ്യം വരുമല്ലോ. ഒരു 6-7 സീനേ ഉള്ളൂ പേടിക്കാൻ, പക്ഷേ അത് ശരിക്കും പേടിക്കും. നമ്മൾ നല്ല സൗണ്ടുള്ള തിയേറ്ററിലാണ് കാണുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ആ സീനുകൾ അവർ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും നമ്മുടെ രോമം എണീറ്റ് ചെയ്ത് നിൽക്കുന്ന ഗൂസ് പമ്പിങ് സീൻസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് നിക്കോളാസ് കേജിൻ്റെ 1-2 സീനുണ്ട് ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള. പിന്നെ വേറെ 1-2 സീനുണ്ട്, ആ സീനുകളിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ അത് നമ്മളെ ശരിക്കും എൻജോയ് ചെയ്യിപ്പിക്കാൻ തരത്തിലുള്ള സാധനങ്ങൾ ആ സീനിലുണ്ട്. അങ്ങനെ ആണ് ഈ സിനിമയുടെ ലീഡ് കാസ്റ്റിൻ്റെ പെർഫോമൻസ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഇതിൻ്റെ ഒരു കളർ ടോണിങ് ആണ്. ഇതിൻ്റെ ഒരു കളർ ടോണിങ് എന്ന് പറഞ്ഞാൽ ഒരു 96-2000 ഈ കഥ, ആ ഏജിലാണ് ഈ കഥ നടക്കുന്നത്, ആ ടൈമിൽ. അപ്പോൾ ഈ കളർ ടോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രീറ്റ്സ് എല്ലാം ഭയങ്കര വാട്ടർ ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഈ ലൈറ്റ് റിഫ്ലക്ഷൻ വരാനായിട്ട് നമ്മൾ റോഡ് സീൻസൊക്കെ വരുന്നതിന് മുമ്പായിട്ട് അവരതിനെ വാട്ടർ ഡൗൺ ചെയ്യും, ഫുൾ വെള്ളം ഒഴിച്ചിട്ട്. സോ ദാറ്റ് ലൈറ്റ്സ് എല്ലാം ഭയങ്കര ക്യാരക്ടേഴ്സും ലൈറ്റ്സ് എല്ലാം കുറച്ച് ഗ്ലോ അപ്പ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംഭവമാണത്. അപ്പം അതിനോടൊപ്പം ക്ലൗഡി സ്കൈയും ഒരു ഈവനിങ് സീൻസും. അപ്പോൾ ഭയങ്കരമായി നമുക്ക് ഈ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന തരത്തിലുള്ള
ഒരു കളർ ടോണിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആ സിനിമ നമുക്ക് എൻജോയബിൾ ആയിട്ട് കൊണ്ടുവരുന്നതിൽ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടറിനെയും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇലി ഹാർക്കറുടെ അമ്മയുടെ ക്യാരക്ടറുണ്ട്, പുള്ളിക്കാരുടെ ആദ്യ ഇൻട്രൊഡക്ഷൻ സീനും ആ വീടും ഒക്കെ കാണിക്കുമ്പോഴും അല്ലാതെ പല വീടുകളൊക്കെ കാണിക്കുമ്പോഴും ആ ഒരു നിഗൂഢത ആ സീനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയുടെ എൻജോയബിലിറ്റി വളരെയധികം കൂട്ടുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ലോങ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്, നല്ല ക്ലൈമാക്സ് ആണ്. ഞാൻ പറഞ്ഞ കുട്ടികളെ ഒന്നും കൊണ്ട് പോകണ്ട, കാരണം കുറച്ച് വയലൻറ്റ് സീൻസൊക്കെ ഉള്ളതുകൊണ്ട്. അല്ലാതെ അഡൾട്ട്സിന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു ഹൊറർ മൂവി എക്സ്പീരിയൻസ് ആണ് ലോങ് ലെഗ്സ് തരുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണുക. സൗണ്ട് എഫക്റ്റൊക്കെ ചില സാധനങ്ങളിലേക്ക് സൗണ്ട് എഫക്റ്റ് അടിപൊളിയാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.